നടി ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി ഉണ്ടാവില്ല എന്നതാണ്. രാഹുലിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം എന്നറിയുന്നു. ആജ്ഞ, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജാത്, ബോബി ചെമ്മണ്ണൂരിന്റെയും രാഹുൽ ഈശ്വറിന്റെയും കേസുകൾ തമ്മിൽ വ്യത്യസ്തമാണ്. അങ്ങേയറ്റം ബോബി ചെമ്മണ്ണൂർ നടത്തിയതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറുകയോ ചെയ്യുന്ന ഒരു പരാതി രാഹുൽ ഈശ്വറിനെതിരെ ഇല്ല. ആ ഒരു പരാതിയിൽ അതുകൊണ്ട് ഇത് തമ്മിൽ കമ്പാരിസൺ പറ്റില്ല എന്നുള്ള നിയമോപദേശമാണ് ലഭിച്ചത്. മാത്രമല്ല, നിലവിലുള്ള പരാതിയിൽ ഹണി റോസിന്റെ നിലവിലുള്ള പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളില്ല എന്ന് തന്നെയാണ് നിയമോപദേശം ലഭിച്ചത്. അതേസമയം ഹണി റോസിനെ അപകീർത്തിപ്പെടുത്തി അല്ല ഡിഫമേഷൻ കേസ് കൊടുക്കാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. അത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള പരാതി ഹണി റോസിന് വീണ്ടും കൊടുക്കാമെന്നുള്ള ഒരു സൂചനയും പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തി എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസിന് രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഹണി റോസിന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കാൻ നിലവിൽ വകുപ്പുകളില്ല എന്ന് തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന അത്തരത്തിലുള്ള നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശ്രീജ, രാഹുൽ ഈശ്വർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ, ഇപ്പോൾ പോലീസിന് ലഭിച്ച നിയമോപദേശത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. താങ്കൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് ആ നിയമോപദേശം എന്ന് അറിയുന്നു. അതിൽ ആശ്വാസമുണ്ടോ? എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ആശ്വാസമുണ്ട്. പക്ഷെ അതിൽ ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം ഭരണഘടനാ പദവിയുള്ള 2 കമ്മീഷനുകളാണ്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നും കേസെടുത്തു എന്നും ഒക്കെ നിരന്തരം അവർ വാർത്ത പറയുകയും എന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ന്യായമാണോ എന്ന് മീഡിയ ചോദിക്കണ്ടേ? എന്തൊരു കഷ്ടമാണ്. ഹൈക്കോടതിയുടെ പരിധിയിലുള്ള കേസാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ ഓൾറെഡി കേസ് ഇരിക്കുകയാണ്. ആ കേസിനെ മനഃപൂർവ്വം മറികടക്കാനും മറ്റുമറിക്കാനും കൂടി വേണ്ടിയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷനിലെ അവിടെ എനിക്കൊരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന് അദ്ദേഹത്തോട് വളരെ ആദരവുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കേസിൽ നടത്തിയ പരാമർശങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. അത് നിങ്ങൾക്ക് മറ്റൊരാളുടെ ശരീരത്തെ പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നതാണ്. ആ ശരീരത്തെ പറ്റി അഭിപ്രായം പറയുന്നത് പോലെ തന്നെയാണ് ആ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രത്തെ പറ്റി അഭിപ്രായം പറയുന്നതും. മാഡം ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു നിയമ വിദ്യാർത്ഥി നിലയിൽ ഞാൻ ആ വിധിന്യായം കാണാതെ പഠിച്ചു. ആ കാണാതെ പഠിച്ച വിധിന്യായത്തിൽ എവിടെയും വസ്ത്രധാരണത്തെ പരാമർശിച്ചിട്ടില്ല. ശരീരത്തെ പരാമർശിക്കുന്നുണ്ടല്ലോ രാഹുൽ. അതെ, ആയിക്കോട്ടെ, ശരീരത്തെ അല്ലല്ലോ ഞാൻ പറയുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ശരീരത്തിൽ ഇടുന്നതല്ലേ വസ്ത്രം? പാടില്ല. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? വസ്ത്രധാരണത്തെ പറയുന്നത് ശരീരത്തെ തന്നെയാണ്. ശരീരവും വസ്ത്രവും വേറെയല്ലേ? പക്ഷേ ശരീരത്തെ ബോഡി ഷെയ്മിംഗ് പാടില്ല. ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് രാഹുൽ, നിങ്ങൾ ഇതുപോലെ വസ്ത്രം ധരിക്കരുത്. ഡ്രസ്സും ഒന്നല്ല രാഹുൽ, ഞാനിപ്പോൾ സാരി ഉടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ സാരി ഉടുക്കരുത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്റെ ശരീരത്തെ തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മാഡം, സാരി മാഡം ഉടുക്കണം. പക്ഷേ അല്ലെങ്കിൽ എല്ലാവരും സാരി മഹത്തരമായ ഡ്രസ്സാണ്. പക്ഷേ ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ ധരിക്കുന്ന രീതിയിൽ സാരി ധരിച്ച് ഒരു പൊതുപരിപാടിയിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരരുത്. അത് മാത്രമേ പറയൂ. അവിടെ രാഹുൽ ഉദ്ദേശിക്കുന്ന ആ ശരീരത്തെ തന്നെയാണ്, സംശയമില്ലല്ലോ. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ വസ്ത്രധാരണ രീതിയാണ്. ഓവർ എക്സ്പോസിംഗ് ആയ പാറ്റേണിനെയാണ്. അവിടെ ശരീരം എക്സ്പോസ്ഡ് ആവുന്നു എന്നതല്ലേ രാഹുലിന്റെ കൺസേൺ? മാഡം, ആ ശരീരത്തെ എക്സ്പോസ് ചെയ്യാൻ, അതായത് സ്വന്തം ബോഡിയെ സ്വയം ഷെയിം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി അങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയും അത് രാഹുലിനാണ് ഷെയിം, അവർക്കത് ഷെയിം അല്ല രാഹുൽ. അതെങ്ങനെ മാഡം? ലൈംഗികോദ്ദീപകമായ സെക്ഷുവലി കളേർഡ് റിമാർക്സ് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പൊ സെക്ഷുവലി കളേർഡ് ആയ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അതും തെറ്റല്ലേ? അത് രാഹുലിനല്ലേ സെക്ഷുവലി കളേർഡ് ആവുന്നത്, അവർക്കത് അങ്ങനെ അല്ലെങ്കിലോ? ഇനി ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. മാഡം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഞാൻ റേസ് ചെയ്യുന്ന പോയിന്റ്, അതായത് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നത് അപ്പിയറൻസ്, ബോഡി ഷെയ്മിംഗ്, സ്ലിം ആണ്, മെലിഞ്ഞതാണ്, വെളുത്തതാണ്. ആ വിധിന്യായത്തിൽ വസ്ത്രധാരണം പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായി കാണേണ്ട ഒരു പോയിന്റാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സാമൂഹിക സംവാദങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അടക്കമുള്ള ജഡ്ജിയും കോടതിയും ഇതെല്ലാം കേൾക്കുമല്ലോ. കിട്ടിയിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ച നിയമോപദേശമാണ്. ഇത് കോടതിക്ക് മുന്നിൽ എത്തേണ്ടതുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പരാമർശം മനസ്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ രാഹുലിന് അല്പം പ്രശ്നം ഉണ്ടാവില്ലേ?
അല്ല, എന്റെ ഏക പ്രശ്നം എന്താ അറിയാമോ? രാഹുൽ ഈശ്വറിന് പോകാൻ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. വനിതാ കമ്മീഷൻ എന്നെ വേട്ടയാടുന്നു, യുവജന കമ്മീഷൻ എന്നെ വേട്ടയാടുന്നു. ഇവരെല്ലാം രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓർക്കുക, ഇത് സാധാരണ രാഷ്ട്രീയക്കാരല്ല. അതായത് ഭരണഘടനാ പദവിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോടതിയാണ്. ഈ സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള കമ്മീഷൻ എന്ന് പറയുന്ന സതീദേവി മാഡത്തെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഷാജറിനെ പോലെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു യുവ നേതാവ് അടക്കം പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഈശ്വറിനെ വേട്ടയാടണം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയായ എനിക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുക. പക്ഷേ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലിന് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും രാഹുൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ? ചോദിച്ചോട്ടെ, അല്ല, ഒരു 100% ഇനി എനിക്കെതിരെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ പോലും ഹണി റോസിനെതിരെയുള്ള വിമർശനം 1 ഇഞ്ച് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. കാര്യം ഹണി റോസ് എന്നെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ എന്നെ വിമർശിക്കുന്നത് വെച്ചല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഇത് പോസിറ്റീവ് സോഷ്യൽ ഓഡിറ്റ് ആണ്, ഫീഡ്ബാക്ക് ആണ്, ക്രിറ്റിസിസം ആണ്, സാമൂഹിക ഓഡിറ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് മാഡം, വനിതാ കമ്മീഷനും ഇന്നലെ യുവജന കമ്മീഷൻ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. എന്റെ മറുപടി കേൾക്കണ്ടേ? ദിശ എന്നൊരു സംഘടന അവർക്ക് പരാതി നൽകി, ബഹുമാനിക്കുന്നു. ആ പരാതിയിൽ എന്റെ മറുപടി കേൾക്കുക എന്നുള്ളതല്ലേ നാച്ചുറൽ ജസ്റ്റിസ്. സാധാരണ രീതിയിൽ അങ്ങനെയാണോ രാഹുൽ പതിവുള്ളത്? അതായത് ഒരു പരാതി വന്നാൽ അതിൽ കേസെടുക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ലേ? ആ കേസ് നടക്കുമ്പോഴല്ലേ രാഹുലിന് പറയാനുള്ളത് അവിടെ കേൾക്കുക? അത് കോടതിയില്ലല്ലേ? യുവജന കമ്മീഷനിൽ ഒരു പരാതി വന്നാൽ റെസ്പോൺസ് കൊടുക്കണ്ടേ? അപ്പൊ ഈ വ്യാജ പരാതിയാണെങ്കിലോ? ഈ പരാതിയിൽ സാധാരണഗതിയിൽ ഒരു കമ്മീഷനോ കോടതിയിലോ, ഇപ്പൊ ഹേമ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഒരുപാട് പേരെ വിളിച്ചു വരുത്തിയത്? ആൾക്കാരുടെ തന്നെ അവരുടെ മറുപടി കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? അങ്ങനെ ഒരു പ്രോസസ് അവർക്ക് പറയാനുള്ളതല്ലേ രാഹുൽ കേട്ടത്? ആ ആരോപണം ഉന്നയിച്ച പ്രതികളെ വിളിച്ചു വരുത്തിയാണോ ആ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്? അല്ലല്ലോ. അവർ അവിടെ പരാതികൾ രേഖപ്പെടുത്തി, അതിനുശേഷം അതിലുണ്ടായ കേസിൽ ആണ് പ്രതികളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. അല്ല മാഡം, ഹേമ കമ്മിറ്റിയാണ്, ഇത് യുവജന കമ്മീഷൻ അല്ല. രാഹുൽ തന്നെ ഉദ്ധരിച്ച ആ ഉദാഹരണത്തിൽ ഞാനൊന്ന് ചേർത്തുവെന്നേ ഉള്ളൂ. രാഹുൽ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്റെ ചോദ്യം, എനിക്കെതിരെ ആരോപണം വന്നാൽ എന്റെ മറുപടി കേൾക്കാൻ ഒരു മര്യാദ കാണിക്കണം. അത് അതിന്റെ തുടർ നടപടിയല്ലേ രാഹുൽ? സ്വാഭാവികമായി രാഹുലിനെതിരെ ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കുന്നു, അതിൽ ആദ്യത്തെ നടപടി അതിൽ കേസെടുക്കുന്നു. ഇനി രാഹുലിന് അവിടെ പറയാനുള്ളത് പറയാനോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ പുള്ളിയുടെ റെസ്പോൺസ് കേൾക്കാതെ പുള്ളിക്കെതിരെ കേസെടുക്കൂ. അതല്ലേ ഇവിടെ പതിവ്? സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? രാഹുൽ എന്നെക്കാളും നിയമവിവരം ഉണ്ടല്ലോ. ലീഗൽ പൊസിഷനിൽ ഇത് പോലീസല്ല. പോലീസിനാണ് ഒരാൾ പരാതി കൊടുത്താൽ പോലീസ് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമായിരിക്കും. കമ്മീഷന്റെ പ്രോസസ് ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ സ്വാഭാവിക നടപടി എന്ന രീതിയിൽ, സ്വാഭാവിക നീതി എന്ന രീതിയിൽ അയാൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രമല്ലേ ഒരു നിലപാടെടുക്കൂ. പോട്ടെ, അതിന്റെ വിശാലർത്ഥം കമ്മീഷനുകളായ യുവജന കമ്മീഷനും അല്ലെങ്കിൽ വനിതാ കമ്മീഷനും അടക്കം രാഹുൽ ഈശ്വറിനെ വേട്ടയാടാൻ സാധിക്കുന്നത് എനിക്ക് പോകാൻ ഒരു പുരുഷ കമ്മീഷനില്ല. രാഹുൽ, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനം മുഴുവൻ രാഹുലിന് സമീപിക്കാൻ തക്ക വിധത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ മാഡം എന്തിനാ വനിതാ കമ്മീഷൻ? ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ, കോടതികളുണ്ടല്ലോ, പിന്നെ വനിതാ കമ്മീഷൻ എന്തിനാ? ഒരു വനിതയല്ലേ അവിടെ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസിൽ പോയിട്ടുള്ളത്? താങ്കളുടെ പരാമർശങ്ങളിൽ മനംനൊന്ത് അവരുടെ ആത്മഹത്യയുടെ വരെ വക്കീലാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ വനിതാ കമ്മീഷൻ ഇടപെടണ്ടേ? ഒരു വരിയിലൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഒന്ന്, വനിതയ്ക്ക് ഓൾറെഡി കോടതിയും പോലീസും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഉണ്ടല്ലോ, പിന്നീട് എന്തിനാ വേറൊരു വനിതാ കമ്മീഷൻ? അപ്പൊ ഈ നാട്ടിലെ വനിതാ കമ്മീഷൻ അങ്ങ് പിരിച്ചു വിട്ടേക്കാം രാഹുൽ. അല്ലാതെ വനിതകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഭരണഘടനാനുസൃതമായി ഇവിടെ വനിതാ കമ്മീഷൻ നിലവിലുള്ളത്, അല്ലേ? അതിന് മറുപടി ആണോ? കാര്യം ഇല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാവും. വനിതാ കമ്മീഷൻ ഏറ്റവും ആവശ്യമുള്ള സ്ഥാപനമാണ്, അതങ്ങനെ വേണം. അതോടൊപ്പം പുരുഷന്മാർക്കും ഒരു പുരുഷ കമ്മീഷൻ വേണം. അതായത് വനിതാ കമ്മീഷൻ വേണം, വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഒരു പുരുഷ കമ്മീഷൻ കൂടെ വളരെ ആവശ്യമായി വരുന്നതിന്റെ പ്രസക്തി രാഹുൽ ഈശ്വറിന് പോകാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു വരി കൂടി, 2 ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ ഹണി റോസ് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് സംസാരിക്കുന്ന, എല്ലാ പോലീസുകാരും സപ്പോർട്ട് ചെയ്യുന്ന, 99% മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഹണി റോസ് ആണ് ശക്ത. ഹണി റോസ് അബലയല്ല, ഹണി റോസ് ആണ് ശക്ത. രാഹുൽ ഈശ്വർ അടക്കം അപ്പുറത്ത് നിൽക്കുന്ന ആണുങ്ങളാണ് വീക്ക്, ഞങ്ങളാണ് അശക്തർ. മറുഭാഗത്ത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി അടക്കം വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് അങ്ങോട്ട് സംസാരിക്കുന്ന, നവീൻ ബാബുവിന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഞാൻ ഉന്നയിക്കുന്നില്ല, പക്ഷേ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ഹണി റോസ് ആണ് അതിശക്തിയായ വ്യക്തി. മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാരാണ് പലപ്പോഴും അശക്തർ. ഇത് ഈ കേസിലല്ല, എല്ലാ കേസിലും ഉണ്ട്. അതുകൊണ്ട് പോലീസിന് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏകയുള്ള റിക്വസ്റ്റ്, പുരുഷ കമ്മീഷനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരം.